കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സക്കറിയയുടെ തിരോധാനത്തിൽ അന്വേഷണം നടത്താൻ കുറ്റ്യാടി പോലീസ്. ഈ സക്കറിയയുടെ ബന്ധുക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഒപ്പം നമുക്കറിയാം, ഈ കണ്ണൂർ വാണിയപ്പുറ പള്ളി സെമിത്തേരിയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവം ഉണ്ടല്ലോ കല്ലറയിൽ. അതിലൊരു പുനരന്വേഷണം നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഇതിൽ കണ്ടെത്തിയ സമ്മർദ്ദമുണ്ട് പോലീസിന്. ഈ സിജോയുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് സിജോ ആകാനുള്ള സാധ്യത, സിജോ സക്കറിയ ആകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിന് പിന്നാലെയാണ്, ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെയാണ് പോലീസ് പുനരന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. വിവരം നൽകാൻ അനഘ ഹർഷൻ ചെയ്യുന്നുണ്ട്. അനഘ, ഗുഡ് മോർണിംഗ്. ഈ കല്ലറയിലെ ദുരൂഹത നീങ്ങുമോ? ഇതിൽ ഈ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിജോ സക്കറിയയുടെ തിരോധാനവുമായി ഈ കല്ലറയിലെ മൃതദേഹങ്ങൾക്ക് എന്താണ് ബന്ധം? ഏത് വഴിയിലാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്? അനഘ. അശ്വതി രാഖി, ഈ കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായിട്ടുള്ള സിജോ സക്കറിയ എന്ന് പറയുന്ന സിജോ സക്കറിയയെ 2014 കാണാതാകുന്നത്. ആ സമയം സിജോ സക്കറിയ ഭാര്യ വീട്ടിലേക്ക്, വിലങ്ങാട് നിന്ന് ഈ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭാര്യ വീടായിട്ടുള്ള കണ്ണൂരിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് സിജോ സക്കറിയ കുടുംബവുമായി മറ്റാരുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നീട് 2 വർഷത്തിന് ശേഷം ഈ സിജോയുടെ കുടുംബം ഈ കണ്ണൂരെത്തി സിജോയെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് സിജോ വീട്ടിൽ നിന്നും, അതായത് കണ്ണൂരിലെ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയി എന്നാണ് അവിടെ നിന്ന് ലഭിച്ച മറുപടി. തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു. സിജോ തിരോധാനത്തിൽ ഒരു തുമ്പും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിയാതെ വരുന്നു. അങ്ങനെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ വാണിയമ്പാറ ശ്മശാനത്തിൽ നിന്ന് 2 മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ്, അതായത് ഈ സിജോയുടെ വീടിനോട് ചേർന്നിട്ടാണ് ഈ പള്ളി. അതുകൊണ്ടാണ് സിജോയുടെ കുടുംബത്തിന് ഒരു സംശയം ഉടലെടുത്തത്. മറ്റൊന്ന്, സിജോയുടെ ഭാര്യയുടെ കുടുംബം ഈ പള്ളിയിലെ പള്ളിയിലെ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സംശയത്തിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുറ്റ്യാടി പോലീസ് വീണ്ടും ഈ സിജോ തിരോധാനത്തിൽ വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിജോയുടെ ഭാര്യ അടക്കമുള്ള ആളുകളുടെ മൊഴി വീണ്ടും എടുക്കും. വിലങ്ങാടുള്ള അച്ഛന്റെയും അമ്മയുടെയും മൊഴി വീണ്ടും എടുത്തുകൊണ്ട് ഈ സിജോ തിരോധാന കേസിൽ വീണ്ടും ഒരു അന്വേഷണം നടത്തുകയാണ് കുറ്റ്യാടി പോലീസ്. എന്തായാലും കേസിൽ ഏറ്റവും നിർണായകമാവുക ഈ കുടുംബം ഉന്നയിച്ച സംശയമാണ്. ഈ പള്ളിക്കല്ലറ വീണ്ടും തുറന്ന് ഈ പള്ളിയിൽ ആ കല്ലറയിൽ മറ്റൊരു മൃതദേഹം കണ്ടു എന്നാണ് പള്ളി വികാരി പറഞ്ഞത്. അതിൽ ഒരു പരിശോധന നടത്തും. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ DNA പരിശോധന അടക്കം നടത്തും. അതൊരു പക്ഷേ സിജോയുടെ മൃതദേഹമാണെങ്കിൽ ഈ കേസ് മറ്റൊരു തരത്തിലേക്ക് കൂടി കടക്കും എന്നുള്ളതാണ് അശ്വതി രാഖി. ശരി, എന്തായാലും ഒപ്പം തന്നെ ഈ നമ്മുടെ കൊല്ലത്ത് നിന്ന് വളരെ സുപ്രധാനമായ ഒരു വാർത്ത വരുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറിയിട്ടുണ്ട്. ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് മുകളിലേക്കാണ് മറിഞ്ഞത്. എന്തായാലും വലിയൊരു ദാരുണമായ അപകടമാണ്. എന്തായാലും കുട്ടികളെ എത്രയും വേഗം പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.